സമയം 6:30 കാണും. നഗരത്തിരക്കിൽ നിന്നും ഒരുപാട് അകലെ ശാന്തമായൊരു ഗ്രാമീണ വഴി. മരങ്ങളും കോടമഞ്ഞും ഇടയ്ക്കിടെയുള്ള പ്രാണികളുടെ നേർത്ത ശബ്ദവും മാത്രം. ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ ജോലിക്ക് വന്നതാണ് വാസുവേട്ടൻ. തിരിച്ച് വീട്ടിലേക്കുള്ള ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി. ചരിഞ്ഞ ഒരു ലോഹഷീറ്റിന് താഴെ നിറം മങ്ങിയൊരു മരബെഞ്ച്, കാറ്റിൽ പറന്നു ചുരുണ്ടുകിടക്കുന്ന കീറിയ പോസ്റ്ററുകളും വായിക്കാൻ കഴിയാത്ത വിധം മാഞ്ഞുപോയൊരു പഴയ സമയപ്പട്ടിക ബോർഡും. അയാൾ എത്തിയതിനു ശേഷം ഒരൊറ്റ വാഹനം പോലും ആ വഴി വന്നിട്ടില്ല. അയാൾ കുറച്ചുനേരം ഇരുന്നു, പിന്നെ എഴുന്നേറ്റു. കുറച്ചുകൂടി കാത്തു. ഫോൺ നോക്കി. സിഗ്നലില്ല. ആകാശം സന്ധിയിലേക്ക് താണു തുടങ്ങിയിരുന്നു. ഇളം നീലനിറം വേഗത്തിൽ ചാരനിറമായി മാറിക്കൊണ്ടിരുന്നു. അയാൾ വീണ്ടും റോഡിലേക്ക് കണ്ണോടിച്ചു. 2 ദിശകളിലും ശൂന്യം. കുറച്ചു ദൂരം നടന്നാൽ മെയിൻ റോഡിലെത്താം, അല്ലെങ്കിൽ ആരെയെങ്കിലും വാഹനം ലിഫ്റ്റായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ നടക്കാൻ തുടങ്ങി. മുന്നിലുള്ള വഴി ഇടുങ്ങിയതും വളഞ്ഞുപുളഞ്ഞതുമായിരുന്നു. ഇരുവശത്തും കാടുപോലെ വളർന്ന പച്ചപ്പ്. കാറ്റിൽ മണ്ണിന്റെയും ദൂരെ പെയ്യുന്ന മഴയുടെയും മണമുണ്ടായിരുന്നു. വഴിയരികിലെ തെരുവുവിളക്കുകളുടെ വെളിച്ചത്തിലൂടെ വാസുവേട്ടൻ മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കുമ്പോൾ മനസ്സൊന്ന് ശാന്തമാക്കാൻ വാസുവേട്ടൻ പതിയെ ഒരു പഴയ മലയാളം പാട്ട് മൂളിത്തുടങ്ങി. പെട്ടെന്ന് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഓരോ തെരുവുവിളക്കിന്റെ അടുത്തുകൂടെ കടന്നുപോകുമ്പോഴും അത് അണഞ്ഞുപോകുന്നു, ഒന്നൊന്നായി. അദ്ദേഹം തിരിഞ്ഞുനോക്കി. പിന്നിൽ ഇരുട്ടു മാത്രം. വാസുവേട്ടന്റെ ഹൃദയമിടിപ്പ് കൂടി. എന്തോ പന്തികേട് തോന്നി. ആരോ തന്നെ പിന്തുടരുന്നതുപോലെ അനുഭവപ്പെട്ടു. അയാൾ പിന്നോട്ടു നോക്കി. ആരുമില്ല.